ഹലോ ഗൈസ്, കുറേ നാളായി വിചാരിക്കണോ പൊട്ടാറ്റോ എഗ് ഓംലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഉരുളൻകിഴങ്ങും സബോളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉരുളൻകിഴങ്ങിനെ റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. എണ്ണ ചൂടായി വന്നപ്പോൾ ഉരുളൻകിഴങ്ങും സബോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പിന്നെ വേണ്ടത് 2 കോഴിമുട്ടയാണ്. 2ഓ 3ഓ ആയാലും കുഴപ്പമില്ല. ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുത്തുമുളകും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഈ ഉരുളൻകിഴങ്ങും സബോളയും ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പുറ സൈഡിട്ട് മറിച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. 2 സൈഡും നന്നായി വെന്ത് വരണം. എന്നിട്ട് ചീസ് വെച്ച് കൊടുക്കുക. ഞാൻ 2 ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ചീസ് ഇല്ലെങ്കിലും ഈ സംഭവം അടിപൊളിയാണെന്നേ. ഞാൻ ചീസ് വെച്ചെന്നേ ഉള്ളൂ. ചീസ് വെച്ചിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ്. ചീസ് വെച്ചില്ല എന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു പൊട്ടാറ്റോ എഗ് ഓംലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ടിതേ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.